ഒരെണ്ണം കൊല്ലിയിട്ട് പൊട്ടിച്ചു വന്നു പക്ഷായിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വാ, ഇന്ന് നമ്മളുണ്ടല്ലോ ഓറഞ്ച് പൊട്ടിക്കാനായിട്ട് പോണത്. പക്ഷെ ഓറഞ്ച് പൊട്ടിക്കണേക്കാളും മുന്നേ നമ്മുടെ കൺമണിക്കുട്ടിയുടെ സ്കൂളിൽ സ്പോർട്സ് വരുന്നുണ്ട്. അപ്പോൾ കൺമണിക്കുട്ടിയാണെങ്കിലോ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറേ എന്തൊക്കെയോ ഓട്ടത്തിലും കസേര കളിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ പങ്കെടുത്തിട്ടുള്ളത് ടീസ്പൂണ് അല്ലേ നമ്മൾ ചെറുനാരങ്ങ വെച്ചിട്ട് കടിച്ച് പിടിച്ച് നടക്കണ ഒരു കളിയുണ്ടല്ലോ, അതിലാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കൺമണിക്കുട്ടി അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ എന്നോടും ഒരു ടീസ്പൂണും ചെറുനാരങ്ങയും കൊണ്ടുവരാൻ പറഞ്ഞു കൺമണി. നോക്കി കൺമണിക്കുട്ടി നടക്കണം അവിടെ. കൺമണിക്കുട്ടി ഇതാ, കൺമണിക്കുട്ടി പറഞ്ഞ പോലെ ഇത് ടീസ്പൂണ് ചെറുനാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നടക്കട്ടെ. കൺമണി ഇവിടുന്ന് വെട്ടു കൈ പുറകിൽ കേട്ടോന്നല്ല പറയണേ കൺമണി. എനിക്കറിയില്ല കേട്ടോ, ഞാനൊക്കെ മറന്നത്. എന്തായാലും കൺമണിയുടെ കൂടെ കൂടുമ്പോ നമ്മുടെ പ്രായമൊക്കെ നമ്മൾ മറക്കാണ്. ഇത്രയും പ്രായമായി എന്നുള്ള കാര്യമൊക്കെ വിട്ടുപോയില്ല. അതൊരു കൈ ഞാൻ ബാക്കിൽ കേട്ടണല്ലേ? പിടിക്കാൻ പാടില്ല. ആ സത്യം പറഞ്ഞ എനിക്ക് ചിരി വരിക. അപ്പൊ കൺമണിക്കുട്ടിയായിട്ടാ ഫസ്റ്റ് അടിച്ചത്. എനിക്ക് ഞാന് എന്താ പറയാ, കൺമണിക്കുട്ടി ഇതിൽ എന്തൊക്കെയാ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ. ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പണ്ടായിരുന്നു. ഞാൻ ചിരിച്ചു. അപ്പൊ എന്തായാലും ഞാൻ തോറ്റു. കൺമണിക്കുട്ടി ഫസ്റ്റ് അടിച്ചു. അപ്പൊ ഇനി ഓട്ട മത്സരം അത് വേറെ രസം. ഇതില് കാണിക്കണ്ട. ഞാൻ ഇതൊക്കെ കൊണ്ടത് കാണില്ല എല്ലാവരും. നമുക്ക് ഓറഞ്ച് പൊട്ടിക്കാൻ പോയി. അപ്പൊ ഞങ്ങൾ ഇനി ഓറഞ്ച് ഒക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഓട്ട മത്സരമൊക്കെ നടത്തുട്ടാ. ഇതിൽ പൊട്ടടിക്കാൻ പോകും. അപ്പളേ നമ്മുടെ ഓറഞ്ച് കേട്ടാ. അപ്പൊ ഈ വട്ടത്തിൽ നമ്മുടെ ഈ ഓറഞ്ച് എന്ന് പറയുന്നത് ഈ വർഷത്തെ 3ാമത്തെ വിളവെടുപ്പായിട്ട് നമ്മള് എന്താ പറയാ ഓറഞ്ചിന്റെ. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ഇതേപോലെ പൊട്ടിച്ച ഓറഞ്ചിന്റെ ലിങ്ക് നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടാ. കൺമണി കുട്ടി ചെയ്യണേ. അപ്പൊ നോക്കിയേ, ഈ ഒരു ഓറഞ്ച് നിൽക്കണമെന്ന് പറയണത് അട്ടറിന്റെ ഉള്ളിലാണ്. പക്ഷെ നന്നായിട്ട് ഓറഞ്ച് ഉണ്ടാവണമുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു ഓറഞ്ച് നിൽക്കണത് എന്ന് പറയുന്നത് വേറൊരു 3 തൈ ഉണ്ട്. അത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നന്നായിട്ട് വെയിൽ ഏൽക്കണ ഒരു സ്ഥലത്തായിട്ടാണ് അടുത്ത് നിൽക്കണേ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് എനിക്ക് കൺമണിക്കുട്ടി അവിടെ ഇവിടെ വരെ എത്തുമ്പോഴേക്ക് ചെറിയൊരു കഥയും കൂടി പറഞ്ഞു തന്നൂട്ടാ. ഒരു പാമ്പിന്റെ തവളയുടെയൊക്കെ ഒരു കഥ അല്ലേ കൺമണി? കാരണം നമ്മൾ ഈ പച്ചപ്പിന്റെ ഉള്ളിൽ കൂടെ വരല്ലേ. അപ്പൊ അവൾക്ക് ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടാണോ പിന്നെ അതോ ടിവിയിൽ കണ്ടിട്ടാണോ പാമ്പുണ്ടാവുന്ന പറയണേ ഈ പച്ചലയുടെ ഉള്ളിൽ വെക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കഥയായിട്ട് എനിക്ക് പറഞ്ഞത് നമ്മുടെ കൺമണി. കഥയല്ല, ഇത് ഉള്ള സംഭവമാണോ? ആ ഉണ്ടായ സംഭവം എന്ന് പറയണേ. അപ്പൊ നോക്കിയേ, ഇതായിട്ട് നമ്മുടെ ഓറഞ്ച്. ഓക്കെ, ആ ഇതെന്താന്നല്ല ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി നമ്മുടെ കൺമണി കുട്ടിക്ക്. ഇത് നമ്മുടെ വീട്ടിലത്തെ സപ്പോട്ടയാണ്. കണ്ട സപ്പോട്ടയാണ് കൺമണി. ഇത് നമുക്കിത് ഒത്തിരി നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് ഈ പാറാടിയാന്ന് തോന്നുന്നു നമുക്ക് എന്താ പറയാ പൊട്ടിക്കാൻ കിട്ടില്ല, കുറവാണ് ഇവര് കൊണ്ടുപോയിട്ട്. പക്ഷെ ഓറഞ്ചമ്മയ്ക്ക് അവർ വരുന്നില്ല കേട്ടാ. സപ്പോട്ട എന്ന് പറഞ്ഞാൽ ഇതൊരു ദിവസത്തെ ഇതുമൊന്ന് പൊട്ടിച്ചിട്ട് പഴുപ്പിച്ചിട്ട് കൺമണി കുട്ടിക്ക് തരുന്നുണ്ട് കേട്ടാ. അപ്പൊ നോക്കില്ല നമ്മുടെ ഓറഞ്ച്.
അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടി നമുക്ക് ഓറഞ്ചിനെ പറയാം കാട്ടി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഓറഞ്ച് തൈമ കണ്ട താഴെ ആയാലും ഓറഞ്ച് ഉണ്ടാവുന്നുണ്ട് കേട്ടാ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പോഴും ഓറഞ്ച് ഉണ്ടാവും. അതായത് അത് ഞാൻ കാട്ടിത്തരാം. കണ്ട ഇല്ലേ ചെറുത് നിൽക്കണണ്ട, പിന്നെ കണ്ട ഈ ചെറുതുകള് അങ്ങനെ നമ്മളെ തൊട്ട് കാട്ടി തരേണ്ടി വരും. എങ്കിൽ മാത്രമാണ് ചെറുതുകൾ നമുക്കത് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. കാരണം ഇലയുടെ കളറും നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ കളറും ഓരോ പോലെയാണ് ചെറുതിന്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ഓറഞ്ചിൻ്റെ കാര്യം കൂടി ആദ്യം പറയട്ടെ. കണ്ടത് ഈ ഒരു ഓറഞ്ച് തൈ എന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞ തൈയാണ്. പക്ഷെ ഇതിന് ഇലയേക്കാളും കൂടുതൽ ഓറഞ്ചാണ്. നമ്മുടെ ഫസ്റ്റൊക്കെ നമ്മളിപ്പോൾ ഒരു കൊല്ലം മുന്നൊക്കെ ഇട്ടിട്ടുള്ള ഓറഞ്ചിൻ്റെ അന്നത്തെ വീഡിയോകൾ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇലയേക്കാളും കൂടുതൽ നിറച്ച് ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്ന ഒരു തൈയായിരുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും കമൻറ്റ് വന്നു, സ്മിത ഒന്ന് ബഡ് ചെയ്ത് നോക്ക് പുതിയ തൈകൾ കിട്ടാനായിട്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബഡ് ചെയ്യാൻ വേണ്ടിയതാണ് ഒരു കൊമ്പ് മുറിച്ചു. ഈ കൊമ്പ് മുറിച്ചപ്പോൾ അതായത് നമ്മൾ ഈ കൊമ്പ് മുറിച്ചിട്ട് അധികം നാളായില്ല കേട്ടോ. ഈ അടുത്ത് വെച്ചിട്ടാണ് ഈ കൊമ്പ് മുറിച്ചിട്ട് ഇങ്ങനെ. പക്ഷെ എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത് ഓറഞ്ച് ഉണ്ടാവില്ല കുറഞ്ഞു. ഇതിലൊരു ഉണക്കം പോലെ വന്നു. ഈ തൈ ഉണങ്ങി പോവാമോ എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തോ ഇപ്പോൾ പൊടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഒരു ഒരാൾ ഇതാ പുതിയതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുമ്മേ നിറച്ച് എനിക്ക് മറ്റേ ഓറഞ്ചിലേക്കാളും കൂടുതൽ ഇതുമ്മയാണ് നന്നായിട്ട് ഉണ്ടാവാറ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ താഴത്തായാലും എന്താ കണ്ട ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം അത് കാരണം നമ്മളിപ്പോൾ ബഡ് ചെയ്യാനുണ്ടാന്ന് വിചാരിച്ചു ഈ ഓറഞ്ചിൽ നിന്ന്. കാരണം നമുക്കൊരു പേടി ഉണങ്ങി പോവാമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ടാട്ടാ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓറഞ്ച് തൈ ഇതിനെ കുറിച്ചിട്ട് എല്ലാവരും ഓറഞ്ചിനെ കാണിക്കുമ്പോൾ നമുക്കറിയാം, കുറേ പേർക്ക് കാണേണ്ടവർക്കറിയാം. നമ്മളവിടെ എപ്പോഴും കമൻറ്റിൽ കൂടെ വരും ഓറഞ്ചിന് എന്ത് വളമാണ് ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഇതെവിടെ നിന്ന് മേടിച്ച് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഞാൻ എല്ലാ വട്ടവും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വട്ടം കൂടി അത് പറയാം. നമ്മൾ ഈ ഓറഞ്ച് തൈ മേടിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഓറഞ്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓറഞ്ച് തൈ ഇപ്പം നമ്മുടെ കയ്യിൽ 5 വർഷമായിട്ടുണ്ട് കേട്ടോ. ഈ 5 വർഷം നമുക്ക് ഓറഞ്ച് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിലിട്ട് കൊടുക്കണ വളങ്ങളെന്നൊക്കെ പറയണത് കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി അതിട്ട് കൊടുക്കും. പിന്നെ പശുമൂത്രം കിട്ടുകയാണെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നന്നായിട്ട് ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു എന്താ പറയുക പശുമൂത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനിത് എല്ലാ വീഡിയോയിലും ഇതെടുത്ത് പറയേണ്ട വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ വട്ടം കാണുന്നവരാവില്ല പിന്നീട് കാണാം. അപ്പോൾ നമുക്കിങ്ങനെ കമൻറ്റിൽ കൂടെ മെയിനായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഇതായിരിക്കും, എവിടെ നിന്നാണ് തൈ മേടിച്ചത് അല്ലെങ്കിൽ എന്ത് വളർച്ചയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും എടുത്ത് പറഞ്ഞത് കേട്ടോ, കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. പിന്നെ ഓറഞ്ച് തൈ മേടിച്ച സ്ഥലം ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ മണ്ണുത്തി കാർഷിക സർവകലാശാലയാണ് കേട്ടോ ഓറഞ്ച് തൈ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ കൺമുന്നിട്ട് താഴ്ത്ത് നിൽക്കണ ഇങ്ങനത്തെ കാറുള്ളതെല്ലാം അത് പൊട്ടിച്ചിട്ടോട്ടെ. മുത്ത് മുകളിലത്തെ മിത കൈയോടെ ചെന്നത് മിത പൊട്ടിക്കാം. പിന്നെ എത്താത്തത് നമുക്ക് അജയത്തിന് വിളിക്കാൻ പൊട്ടിക്കാം. കൺമുന്നിട്ട് പൊട്ടിക്ക്. പൊട്ടിച്ചു പൊട്ടിച്ചു കേട്ടാ. പൊട്ടിക്കൂട്ടാ. താഴ്ത്ത് കിടക്കുന്ന കൺമണി കുട്ടിക്ക് താഴ്ത്തുള്ള പൊട്ടിക്ക്. ഇതേനാ താഴ്ത്തുള്ള നോക്കി പൊട്ടിക്ക്. കുനിയണമെന്നാ ഇത് പൊട്ടിക്കാൻ സ്പീഡാ. മിത നോക്കിയ കൊട്ടയുടെ പകുതി പൊട്ടിച്ചിട്ടൂട്ടാ. കൺമണിക്ക് താഴത്തെ പൊട്ടിക്കണ്ടാന്ന് അവൾക്ക് കുനിയണമെന്ന്, അവൾക്ക് കൈ കൊണ്ട് എത്തണത് മാത്രം പൊട്ടിക്കണോന്ന്.
നമ്മുടെ ഒരു കൊലയമേനെ നോക്കിയേ കണ്ട 4 എണ്ണം മുകളിലുണ്ട് കേട്ടോ കൂടുതല് വലിയ കൊലകള്. കൺമണി കുട്ടി ഇവിടെ താഴ്ത്തിരുന്ന് തന്നെയാ. ഉറുമ്പുണ്ടാ സാരില്ല പെണ്ണ്. അപ്പളേ ഞാനുണ്ടല്ലോ ഒരുവിധം താഴ്ത്തുള്ള കുറച്ച് പൊട്ടിച്ചു കൊടുത്തുട്ടാ. എനിക്ക് എത്ര നല്ലത്. ഇനിയിപ്പോ ഷായേട്ടന്നെ വന്നിട്ട് വേണം മോളിലത്തെ പൊട്ടിക്കാനായിട്ട് സ്റ്റൂൾ വെച്ചിട്ട്. കൺമണി കുട്ടി അച്ചാച്ചനെ വിളിച്ചിട്ട് കേട്ടാ. എന്നിട്ട് താഴത്തെ പൊട്ടിച്ചു കഴിഞ്ഞു. ശരി അച്ചാച്ചനെ വിളിച്ചിട്ടോ. ആ പോയിട്ടാണ്. അപ്പൊ നോക്കിയേ മോളിലത്തെ കൊലയും മേലും കണ്ട എണ്ണം കൂടുതല് നിക്കണത്. പൊട്ടിച്ചു തരാം. നല്ല ബല സൈഡ് കണ്ടിന് തോന്നുന്നത്. നമ്മുടെ ഈ ഓറഞ്ചിന്റെ കൊമ്പില് ബലം കുറവാണ്. പിടിക്കുമ്പോ അങ്ങോട്ട് ചായ എനിക്ക് പേടിയാകും. തോറ്റോ നല്ലത് കൊമ്പൊടിയോ നമുക്ക് അത് പതുക്കെ തോറ്റുകൊണ്ട് പൊട്ടിക്കാം ഷായിട്ടാ അല്ലേ? കയ്യൊക്കെ നമുക്ക് പൊട്ടിക്കാം. പിന്നെ അപ്പുറത്താ ഇവർക്ക് നല്ല കൈ. ഇപ്പൊ നോക്കിക്കുന്ന നമ്മള് ഒരു കൊട്ടേ ഇപ്പൊ തന്നെ പൊട്ടിച്ചിട്ട്. ഇതിന് എത്തണതായിരുന്നു കണ്ടില്ല. ഒരെണ്ണം കൊല്ലിയിട്ട് പൊട്ടിച്ചു വന്നു. ഷായിട്ട് രണ്ടു കൊല. ഇനി അവിടുത്തെ പൊട്ടിച്ചാൽ മതി ഷായിട്ടാ. ഇവിടുത്തെ രണ്ടായില്ലോ എവിടെയുണ്ട്. അവനോടെ കുത്തിർത്തി പണികളെ അവിടെ മതി നിർത്താം. ഞാൻ അവിടെ കുട്ടി ഇതിപ്പോ നോക്കി നമുക്ക് ഒരു കൊട്ട കിട്ടിട്ടാ. പിന്നെ അവിടുത്തെ പൊട്ടിക്കണ്ടേ? എടുത്ത് വയ്ക്കാൻ വെയിറ്റ്. എനിക്ക് പൊന്തില്ല. നല്ല വെയിറ്റ് ചായന്റെ പൊന്തല്ലോ. എത്ര തീണ്ട്. അപ്പൊ നമ്മുടെ അവിടുത്തെ കൊട്ട നിറഞ്ഞ കാരണം ഞാനൊരു മുളർത്തു ഇവിടുത്തെ പൊട്ടിക്കാൻ വേണ്ടിട്ട്. നമ്മുടെ കൺമണി കുട്ടിയാണെങ്കിൽ ചൈനീസ് ഓറഞ്ച് പഴുത്തിക്കണ്ടേ അതാ പൊട്ടിക്കണേ. എന്താ പൊട്ടിച്ച് കളിച്ചു തുടങ്ങി. ഇതിൽ കൊണ്ടുവന്നിട്ടോട്ടെ മുത്തേ, നമുക്കിന്ന് ജ്യൂസ് ഉണ്ടാക്കണം. ചാടിപ്പോയി കയ്യിന്ന്. വേഗം പൊട്ടിക്ക്. അത് പൊട്ടിച്ചോട്ടാ. ഫുള്ള് വേണ്ട. അമ്മ ഇതാ പൊട്ടിച്ചേരാണ്ട പൊന്നുള്ളേ. ഇപ്പൊ ഇതിന്റെ ഏലും കണ്ട കുഞ്ഞ് ഓറഞ്ചുകൾ ഉണ്ടാവണേ. ഇത് മോളിലത്തെ മിത പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ മുണ്ടുണ്ട് മോളുടെ മേല് കൊള്ളു. ഇതിലേക്ക് താഴ്ത്തിരുന്ന് പൊട്ടിക്കാൻ നമുക്ക് അത്രയും താഴ്ത്തണ്ടാവണേ.
എന്താ പുല്ലിനോ രണ്ടും ചാടിയിട്ട് പോയിട്ടാ. രണ്ടും ഞാൻ ചാലിക്ക് പോയാ സാരി അവളെ ചൈനീസ് ഓറഞ്ച് പൊട്ടിച്ചിട്ടേ അവിടെ നിങ്ങൾ എറിയ അപ്പൊ മുറത്തില് വീഴാണ്ട് പുറത്തേക്ക് തെറിച്ച് പോവാണേ, അതാണ് പറയണേ. അപ്പൊ നോക്കിയേ എന്ത് പുത്തേ ചൈനീസ് ഓറഞ്ച് പൊട്ടിച്ചേരാ കേട്ടാ. അപ്പൊ നോക്കിയാൽ നമ്മൾ ഇത്രയും ഓറഞ്ചായിട്ട് പൊട്ടിച്ച് നോക്കണേ. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ ചൈനീസ് ഓറഞ്ചാ കണ്ട. ഇതാണ് നമ്മുടെ കൺമണിക്കുട്ടി പൊട്ടിച്ചിരുന്നത്. ഇതെല്ലാം പൊട്ടിക്കാറായില്ല, എല്ലാം ഈ കളറായി നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇത് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പറ്റൂട്ടാ. ഭയങ്കര പുളിയാണിത്. ജ്യൂസ് കുടിക്കുമ്പോ പിന്നെ രസം നമ്മൾ മധുരമൊക്കെ ഇട്ട് വരുമ്പോ. അപ്പൊ നോക്കിയേ നമ്മൾ ഇതുമെന്ന് ഇത്രയും ഓറഞ്ച് പൊട്ടിച്ചു കൊടുത്തുട്ടാ. ഇനി ഞാനേ ഇത് തിന്ന് കാട്ടി തരാം. ഇത് തൊലിയൊക്കെ പൊളിച്ചിട്ട് ഇതിന്റെ ഉള്ളൊക്കെ എങ്ങനെയാന്നുള്ളത് കാട്ടിത്തരാം കേട്ടാ. വാ പുത്തേ ഫസ്റ്റ് കുഞ്ഞ് ഓറഞ്ച് പൊളിച്ച് കാണിക്കണം അല്ലേ? കാണിക്കാം കേട്ടാ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാം. അപ്പൊ നമ്മുടെ കൺമണി കുട്ടിക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ കുഞ്ഞ് നമ്മുടെ ചൈനീസ് ഓറഞ്ച് ഉണ്ടല്ലോ അത് പൊട്ടിച്ച് കാണിച്ചു തരണം. അന്ന് പിന്നെ അവൾ ആദ്യം തന്നെ പൊട്ടിക്കട്ടെ കേട്ടാ. തെരഞ്ഞൊക്കെ എടുക്കണ്ട ആൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട്. നമ്മളിത് പലവട്ടം കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ചൈനീസ് ഓറഞ്ചൊക്കെ പൊളിക്കുന്നത്. സാധാരണ നമ്മുടെ ഓറഞ്ചിന്റെ ഉൾവശം കാണുന്ന പോലെ തന്നെയാണ് ചൈനീസ് ഓറഞ്ചിന്റെ ഉള്ളു. നല്ല കളറും അതേപോലെ നല്ല അല്ലികളും ഒക്കെ ഇട്ട് നല്ല കണ്ണം കുറവാണ് തൊലിക്ക്, അതാണ് ഒരു ബുദ്ധിമുട്ട് ആൾക്കിനെ പൊളിച്ചെടുക്കാനായിട്ട്. ഇത് ഹെൽപ്പ് ചെയ്യണ ഇത് ഹെൽപ്പ് ചെയ്യണം. അല്ലി കൺമണി കുട്ടി തിരിക്കണ്ട, അല്ലി തിരിക്കണ്ട. കാട്ടി കൊടുത്തേ, പിടിച്ച് കാട്ടി കൊടുത്തേ. കൺമണി കുട്ടി ആഗ്രഹിച്ചതല്ലേ. കുഞ്ഞു തോലിണ്ടാ? പോയി കാട്ടി കൊടുത്തേ. ഇനി അല്ലി തിരിച്ച് കാട്ടി കൊടുത്തേ. നീര് വരുന്നുണ്ടാ? ഇതേ കാട്ടി കൊടുത്തേ. ഇതേപോലെതാ കുഞ്ഞു കുഞ്ഞു അല്ലികളായിട്ട് നമുക്ക് കിട്ടും. കണ്ട കൺമണിക്കുട്ടി കഴിച്ചും കാട്ടി തരും. ഉണ്ടാ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോട്ടാ. അത്ര പുളി എന്ന് പറഞ്ഞാൽ അത്ര പുളിയായിരിക്കും നമ്മുടെ ഈ ചൈനീസ് ഓറഞ്ചില്. പക്ഷെ ജ്യൂസൊക്കെ അടിച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇനി കൺമണിക്കുട്ടി ഇത് പിടിക്കും. ഇനി ഇത് ഈ ഓറഞ്ച് പൊടിച്ച് കാട്ടി കൊടുക്കട്ടെ. പിടിക്കും. ഭയങ്കര നീരായിരുന്നു. അപ്പൊ ഞാനൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല പുളിയാ. നമ്മുടെ ഈ ഓറഞ്ചിന്റെ ഉൾവശം മുന്നേ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പുതിയതായിട്ട് കാണുന്നവർക്ക് കേട്ടാ. സാധാരണ നമ്മുടെ ഓറഞ്ചിന്റെ വീഡിയോയിലുണ്ടല്ലോ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് എല്ലാ വട്ടം പറയേണ്ടി വരാറ്. എങ്കിലും നമുക്കത് പറഞ്ഞല്ലേ പറ്റും. ഇതായാലും കണ്ട അല്ലിങ്ങനെ തിരിച്ചെടുക്കാം നമുക്ക്. വൈറ്റ് കളറാവുന്നു മാത്രം. വെള്ളം കുടിച്ചപ്പോ നല്ല പുളി ഇങ്ങോട്ട് നീക്കും വിതേരടുത്തേക്ക്. എന്നിട്ട് ഈ ഓറഞ്ച് ഇത് വായിൽ വെച്ച് തരാം. ഇതിൻ്റെ ഉള്ളിലത്തെ കുരു നമ്മൾ സാധാരണ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല. കുട്ടികൾക്ക് നല്ലതായിട്ട് നമുക്ക് വലിയൊരു അതെ കുരു കടിച്ചാൽ ഭയങ്കര കനപ്പാണല്ലോ. കൺമണി കുട്ടി ഇത് തിന്ന് കാട്ടി കൊടുത്തേ. വലിയ വായി തുറക്ക്, വലിയ വായി തുറക്ക്. അയ്യോ എന്തൊക്കെ ചെയ്യണ പറു. ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ മധുരം ഉണ്ടാ തുള്ളി ഉണ്ടാ പറഞ്ഞു കുട്ടികൾക്ക്. അതെ മധുരം ചോദിച്ചപ്പോ അവള് എന്താന്ന് പറയാ കണ്ടത് അന്നാരെ കാണാൻ കണ്ടു നമ്മുടെ പനിയായി ഇരിക്കുന്നത്. അയ്യോ കൺമണി കുട്ടി ഓറഞ്ചിന്റെ ടേസ്റ്റ് എന്ത് പറഞ്ഞെടുത്തേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നല്ല മധുരവും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്താ പറയാ നമ്മുടെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ, പണ്ട് നമ്മൾ ഇത്രയും മഞ്ഞ കളറിൽ പൊട്ടിക്കുമ്പോഴേ നീര് വറ്റണ പോലെ വരാറ്.
അത് കാരണമാണ് നമ്മൾ കൂടുതലും പച്ച നോക്കി പൊട്ടിച്ചു പോകണേ. പച്ച പൊട്ടിച്ച് 2 ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും സാധാ ഓറഞ്ചിൻ്റെതായ ആ ഒരു മധുരവും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഓറഞ്ച് നല്ലതായിട്ട് നമ്മൾ വീട്ടിലത്തെ. അപ്പോൾ നമുക്ക് നിർത്താം കൺമണിക്കുട്ടി. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ.